ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 4 മണിക്കൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന കപ്പലണ്ടി പുഴുങ്ങിയതാണ്. അപ്പോൾ നമുക്കതങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. കപ്പലണ്ടി ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം കേട്ടോ പുഴുങ്ങാൻ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് ഇടാം. അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. അത് കപ്പലണ്ടി മുങ്ങണ വരേക്കും നന്നായിട്ട് വെള്ളം ഒഴിക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൂടിയ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ എടുക്കാം. അപ്പോൾ ആ കപ്പലണ്ടി പുഴുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഒട്ടും വെള്ളം വരാണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലോട്ടേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള വലുതാണെങ്കിൽ ഒരു 2 മതിയാവും, ചെറുതാണെങ്കിൽ 3 ഇടണം. ഒരു 300 ഗ്രാം കപ്പലണ്ടിയാണ് ഇത്. അപ്പോൾ ഇതിൽ 2 സവാളയാണ് ഇട്ടേക്കുന്നത്. അതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി, എന്നാലും കുറച്ചും കൂടി അത് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല മണം വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഉപ്പും എല്ലായിടത്തും ആണ വരെ എല്ലായിടത്തും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അവസാനം മുകളിലോട്ട് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണുന്നവരേക്കും ബായ്.